ഇന്ത്യയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്താണ്? ഒരു ഇടുങ്ങിയ ഒറ്റപ്പെട്ട അതിർത്തി പ്രദേശം, അത്രയ്ക്ക് നേർത്തത്. ഏതെങ്കിലും ഒരു ശത്രു രാജ്യം ആ അതിർത്തി പ്രദേശം പിടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ കൈവിട്ടു പോകുന്നത് ആ പ്രദേശം മാത്രമായിരിക്കില്ല, മറിച്ച് ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തിൽ നിന്ന് വടക്ക് കിഴക്കൻ മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ടേക്കാം. അസമും അരുണാചലും ഉൾപ്പെടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യക്ക് നഷ്ടമായേക്കാം. പതിറ്റാണ്ടുകളായി ഈ ഭയം ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. പറഞ്ഞു വരുന്നത് കേവലം 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള സിലിഗുരി ഇടനാഴിയെ പറ്റിയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 45 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാരെ രാജ്യവുമായി ബന്ധിപ്പിക്കുന്ന ജീവനാഡിയാണ് ഈ ഇടനാഴി. ഈ ഇടനാഴിക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളാകട്ടെ ചൈനയും ബംഗ്ലാദേശും ആരും അത്ര ഡീസന്റ് പാർട്ടീസ് ഒന്നുമല്ല. ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും ഇന്ത്യയുടെ മെയിൻലാൻഡ് ഈ മേഖലയുമായുള്ള ബന്ധത്തിനെ വിച്ഛേദിക്കാം. എന്നാൽ ആ പേടി സ്വപ്നം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഈ ഇടുങ്ങിയ ഭൂപ്രദേശത്തിന് ചുറ്റുമായി ഇന്ത്യ 3 പുതിയ സൈനിക താവളങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ധൂബ്രി, കിഷൻഗഞ്ച്, ചോപ്ര എന്നിവിടങ്ങളിൽ. ഈ താവളങ്ങൾ പരസ്പരം സംരക്ഷണം നൽകുന്ന രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ഒരു സൈനിക കോട്ട എന്ന് തന്നെ പറയാം. കൂടാതെ ചോപ്രയിലെ സൈനിക കേന്ദ്രം ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്ററിൽ താഴെ മാത്രം അകലെയാണ്. ഇത് ബംഗ്ലാദേശ് പ്രദേശത്തിന്റെ ഉള്ളിലേക്ക് നിരീക്ഷിക്കാനും എന്തെങ്കിലും നീക്കം അവിടെ നിന്നുണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ സൈന്യത്തെ സജ്ജമാക്കാനും ഇന്ത്യക്ക് കഴിവ് നൽകുന്നു. ഇന്ത്യയുടെ ഈ നീക്കം ഒട്ടും യാദൃശ്ചികമല്ല. ഷെയ്ഖ് ഹസീനയിൽ നിന്ന് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിലേക്കുള്ള ബംഗ്ലാദേശിന്റെ മാറ്റം ധാക്കയെ ചൈനയുമായും പാകിസ്ഥാനുമായി കൂടുതൽ അടുപ്പിച്ചു. ബംഗ്ലാദേശ് ഇപ്പോൾ $2.2 ബില്യൺ വിലമതിക്കുന്ന ചൈനീസ് J-10C പോർ വിമാനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഡ്രോണുകൾക്കായി ബീജിംഗുമായി സഹകരിക്കുന്നു, ഡ്രോൺ നിർമ്മാണത്തിന് വേണ്ടി. കൂടാതെ പാകിസ്ഥാനിൽ നിന്ന് JF-17 ജെറ്റ് വിമാനങ്ങളുടെ വാഗ്ദാനങ്ങൾ പോലും ലഭിക്കുന്നു. അതുകൊണ്ട് ഇത്രയും ദുർബലമായ ഒരു ഇടനാഴിക്ക് സമീപമുള്ള ഇന്ത്യയുടെ ഈ സൈനിക പുനഃക്രമീകരണം അതൊരു തന്ത്രപരമായിട്ടുള്ള മുന്നറിയിപ്പാണ്. സിലിഗുരി ഇടനാഴി എന്ന വ്യാമോഹം മാറ്റിവച്ചേക്ക് എന്നുള്ള മുന്നറിയിപ്പ്. റഫേൽ പോർ വിമാനങ്ങൾ, ബ്രഹ്മോസ് മിസൈലുകൾ, അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയാണ് ഇന്ത്യ ഈ പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. സിലിഗുരിയെ പ്രതിരോധിക്കുക എന്നതിൽ നിന്ന് സിലിഗുരിയിലെ സമ്പൂർണ്ണ ആധിപത്യത്തിലേക്കുള്ള ന്യൂഡൽഹിയുടെ വ്യക്തമായ മാറ്റമാണ് ഈ സൈനിക നീക്കം സൂചിപ്പിക്കുന്നത്. ബംഗ്ലാദേശിനോ ചൈനയ്ക്കോ അരുതാത്തത് എന്തെങ്കിലും തോന്നിയാൽ വലിയ വില കൊടുക്കേണ്ടി വരും. സിലിഗുരി ഇടനാഴി ഇനിയൊരു ദുർബലമായ ഇടമല്ല. രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കാൻ പൂർണ്ണമായും തയ്യാറായ ഒരു രാഷ്ട്രത്തിന്റെ ഉരുക്കിന്റെ ബലമുള്ള ഒരു കോട്ടയാണ് ഇനി സിലിഗുരി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.